അസ്സാം വലൈക്കും കിച്ചൺ സ്വാഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നമുക്ക് പിസ്സ എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. വെള്ളം ചൂടുവെള്ളം ഒരു കപ്പിൽ എടുത്തിട്ടുണ്ട്. അതിലിട്ട് കൊടുക്കാം ഈസ്റ്റ്. 1.5 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്. മിക്സാക്കി എടുത്തിട്ട് ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു ബൗളിലെടുക്കുക. 1 കപ്പ് മൈദ, 1/4 കപ്പ് മൈദ വേറെ എടുത്തിട്ടുണ്ട്. ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മാവ് കുഴച്ചെടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം മാവ് കുഴച്ചെടുത്തിട്ട് മാറ്റി വെക്കുക പൊങ്ങാൻ വേണ്ടിയിട്ട്. കുറച്ച് ഓയിൽ മാവിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കുക. നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കുക. എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തിന്. 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തതിന് ശേഷം അരമണിക്കൂർ മാറ്റി വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാൻ വെക്കുക. 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഒരു ഭാഗം പൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ആക്കാം. മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. നമ്മൾ മാവ് എടുത്തിട്ട് പ്ലേറ്റിൻ്റെ മുകളിൽ പരത്തി കൊടുക്കാം. പ്രസ് ചെയ്ത് എടുക്കാം. അതിൻ്റെ അടുക്ക് ഒരു ചെമ്പ് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രോക്ക് എടുത്തിട്ട് ഓൾസാക്കി എടുക്കുക. എല്ലായിടത്തും വേവ് ആകാൻ വേണ്ടിയിട്ടാണ്. പിസ്സ സോസ് എടുത്തിട്ടുണ്ട്. അത് 2 ടീസ്പൂൺ പിസ്സ സോസ് പുരട്ടി കൊടുക്കുക. ചീസ് ഇട്ട് കൊടുക്കാനായിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒലിവ്സ്
ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മുകളിൽ ചീസ് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി പിസയാണ് കേട്ടോ. എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിസ്സ ഇട്ടതിന് ശേഷം നമുക്ക് ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചെമ്പ് ചൂടായിട്ടുണ്ട്. മൂടി വെക്കാം. 15 മിനിറ്റ് വരെ കാത്തു വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിക്കൻ പിസ്സ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായ പിസ്സയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.